ഫാദർ ഡേവിസ് ചിറമേൽ നമ്മോടൊപ്പം ചേരുന്നു അല്ലേ? അനുഭവത്താളിൽ അതിഥിയായി അവയവദാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും നാം എന്തുകൊണ്ട് അവയവങ്ങൾ ദാനം ചെയ്ത് ജീവിതങ്ങൾ തുടരാൻ അനുവദിക്കണമെന്നതിനെക്കുറിച്ചും അദ്ദേഹം നടത്തുന്ന മാനവകാരുണ്യ യാത്രയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് ചാനൽ പങ്കാളി. അതേക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിക്കുക. സ്വാഗതം ഫാദർ വാർത്താപ്രഭാതത്തിലേക്ക്. ഫാദർ, ആദ്യം ചോദിക്കട്ടെ, ഇപ്പം ഫാദർ ഇതിലൊരു അവയവം ദാനം ചെയ്ത്, കിഡ്നി ദാനം ചെയ്ത് തന്നെ ഒരു അവബോധം സൃഷ്ടിച്ച ഒരാളാണ് ആദ്യമായിട്ട്. സ്വാഭാവികമായിട്ടും ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ പലപ്പോഴും ആളുകൾക്ക് പേടിയായിരിക്കും, ഇത് അവയവം ചെയ്താൽ എന്ത് സംഭവിക്കും. ഫാദർ എങ്ങനെയായിരുന്നു ആ കാലത്ത് ഇങ്ങനെ ഒരു അവയവദാനത്തിന് തയ്യാറാകുമ്പോൾ? ഇതിനോട് നമ്മുടെ അവയവങ്ങൾ പല രീതിയിൽ നമുക്ക് നഷ്ടപ്പെടാം. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടാം. അതിനെക്കുറിച്ച് നമുക്ക് ദുഃഖം ഉണ്ടാകും. കാരണം വെച്ചാൽ അയ്യോ, അവിചാരിതമായിട്ട് ഒരു അപകടത്തിൽപ്പെട്ടു, എൻ്റെ ഒരു കിഡ്നി പോയി, ഒത്തിരി പേരുണ്ടാകും. പക്ഷേ ഇത് നഷ്ടപ്പെടലല്ലോ, ഇത് നേടിയെടുക്കലാണ്. ഒരു മനുഷ്യന് നേട്ടമാക്കി കൊടുക്കുമ്പോൾ നമുക്കതൊരു നഷ്ടമാകില്ല. അതാണത് ഒന്ന്. മറ്റത് ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അപ്പുറത്ത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. പക്ഷേ കൊച്ചോസഫ് ചിറ്റലപ്പള്ളി പോലും അതിൽ കടന്നു വന്നപ്പോൾ അത് ഈ സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കി. അത് പുരോഹിതനല്ല, ഏത് സാധാരണക്കാരനായ മനുഷ്യനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത സാധിക്കുമെങ്കിൽ, അസാധ്യമായ കാര്യം എല്ലാവർക്കും സാധിക്കില്ല. ആരോഗ്യസ്ഥിതി വേണം, അതിനൊരു മനോധൈര്യം വേണം. അത് ലഭിക്കുന്നവരൊക്കെ ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല, ജീവിച്ചിരിക്കും. ഫാദർ, ഗോപിനാഥിന് വൃക്ക ദാനം ചെയ്യാനായിട്ട് തയ്യാറായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. എങ്ങനെയായിരുന്നു വൃക്ക ദാനം ചെയ്യാൻ ഫാദർ തന്നെ തയ്യാറായത്? ഒരു മനുഷ്യൻ, ഗോപിനാഥ് എന്ന് പറയുന്ന എനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി, ജീവിതത്തിൽ അവൻ ഇനി ജീവിതമില്ല എന്ന് പറയുന്ന മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ വന്ന അങ്ങനെ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്ന് ഒരു പുരോഹിതനായ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ചിന്തിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയാം. യേശുക്രിസ്തു കാണിച്ചെന്ന വഴിയിലൂടെ നടക്കണമെന്നും ഇത് ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല, നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ നമ്മളെ ആരും വിശ്വസിക്കില്ല. ഞാൻ പ്രസംഗിച്ചിരുന്ന കാര്യം മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ അവനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കും പോലെ സാമ്പത്തിക സഹായമാണ്. സാമ്പത്തിക സഹായം അല്ല ആവശ്യമായിരുന്നു, അവന് വൃക്ക വേണം. അപ്പോൾ ചിലർ ചോദിച്ചാൽ അച്ഛാ ആലോചിക്കാതെ തീരുമാനം എടുത്ത്, ഞാൻ പറയുക ആലോചിക്കാതെ തീരുമാനം എടുക്കുന്നതാണ് പലപ്പോഴും ശരി. ആലോചിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് ആ തീരുമാനം ശരിക്കും ആലോചിക്കാതെ എടുത്തതാണ്. ആലോചിക്കാതെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശരിയായിട്ടുള്ള നന്മ പുറത്തു വരും. ആലോചിക്കുമ്പോൾ അത് വേണോ, അപ്പം നമ്മൾ പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ പോകും. എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു നിശ്ചയമായിരുന്നു. ഇന്നിപ്പോൾ അത് ഞാൻ ഏറെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അത് എന്നെ ഒരു ഉപകരണമാക്കി. ഞാനൊരു ചെറിയൊരു മനുഷ്യൻ, എന്നെ ഒരു ഉപകരണമാക്കിയെന്ന് മാത്രമല്ല. ഒരു പുരോഹിതൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയെന്ന് വേണമെങ്കിലും പറയാം. കുർബാന സമയത്ത് പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മുറിച്ച്. ശരി അല്ല, ഞാൻ ബലി അർപ്പിക്കുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, യേശുക്രിസ്തു അർപ്പിച്ച ബലി വളരെ രക്തം ചിന്തി വേദനയുടെ പാരമ്യത്തിൽ ചെയ്തത്. ഞാൻ ബലിയർപ്പിക്കുമ്പോൾ വേദനയൊന്നും എൻ്റെ ശരീരത്തിലില്ല. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഒരു ചെറിയ മുട്ടുസൂചി കുത്തണ വേദനയെങ്കിലും ജീവിതത്തിൽ സാധിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയോടുകൂടെ ബലിയർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വൈദികൻ ശരിക്കും മനുഷ്യകുലത്തിന് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ പോലെ മരിക്കാൻ തയ്യാറാകണം. ഇപ്പോഴും പറയുക, ഞാനത് തയ്യാറായിട്ട് പറയാൻ പാടുള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മരിക്കുന്നതിന് മുമ്പേ ഞാൻ പറയുകയാണ്. അത് ശരിയാണ്, അതൊരു സംതൃപ്തി ഉണ്ട്. അത് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതിന് ഈ ലോകം കാണും, മനുഷ്യൻ കാണാം. അത് അന്ന് ചെയ്ത ഒരു കാര്യം ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഒരു വഴികാട്ടി എന്ന നിലയിലല്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ അത് ആ വഴി കൂടെ നടക്കുന്ന മനുഷ്യർ എത്രയോ പേരാണ് നടന്നു വരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന കാര്യത്തിൽ കുറേ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ കുറേ കടമ്പകളുണ്ട് കടന്നു പോകാൻ. ഞാനൊരു പുരോഹിതനായതുകൊണ്ട് കുറച്ച് എളുപ്പമായി എന്ന് പറയാം. കൊച്ചോസഫ് ചിറ്റലപ്പള്ളിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം കുടുംബമുണ്ട്, അവരുടെയൊക്കെ അനുവാദം വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടാണ്ട് പറ്റില്ല. പക്ഷേ അത് ഇന്ന് ബുദ്ധിമുട്ടാണ് ശരിക്കും. അവിടെയാണ് നമ്മൾ ഈ മാനവകാരുണ്യ യാത്ര കടന്നു വരുന്നത്. അതായത് നമ്മുടെ സർക്കാർ പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരണശേഷം നമ്മുടെ അവയവങ്ങൾ കൊടുക്കുക. അപ്പോൾ ആരും വേദനിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ രേഷ്മ അല്ലെങ്കിൽ സ്വാതി, ഇവർക്കൊക്കെ ജീവിതം കൊടുക്കാൻ അവരുടെ കരൾ മുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, രക്തം ചിന്തിയിട്ട്. എന്തോരം വേദന എടുത്ത് കാണും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ട. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആൾക്കാരുടെ കരളും കിഡ്നിയും കണ്ണുകളും ഹാർട്ടും ഒക്കെ മാറ്റിവെക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരുമ്പോൾ 10 പൈസയുടെ ചിലവില്ല, ഒരു മുട്ടുസൂചിയത്തിന് വേദനയില്ല. അവരവർക്ക് ജീവിതവും ആയുസ്സും കിട്ടുന്നു വരികില്ലേ.
തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരണം. അതിനാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഞാനൊരു യാത്ര, അതിലെല്ലാ മീഡിയാസും എല്ലാ ഓർഗനൈസേഷനും എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, ഇത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എനിക്കോ ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്നവർക്കോ വേണ്ടിയിട്ടല്ല. 10 വർഷം കഴിയുമ്പോൾ ഈ കേരളത്തിൽ ആര് മരിച്ചാലും അവയവങ്ങൾ കൊടുത്തിട്ട് അവർ സംസ്കരിക്കുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യൂ. അതാണ് ശ്രീലങ്ക, ഒരു പാഠമാണ്. അവിടെ നിന്ന് ആര് മരിച്ചാലും കണ്ണ് കേരളത്തിലെത്തും. ഇനി കേരളം അവയവദാനത്തിൻ്റെ ഈറ്റില്ലമായി മാറണം, ലോകത്തിന് തന്നെ മാതൃകയാകണം. 10 ലക്ഷത്തോളം പേരെ നമ്മൾ അതിലേക്ക് ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയത്. തീർച്ചയായും ആ ഒരു നല്ല ലക്ഷ്യത്തോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസും അതിൽ ചാനൽ പങ്കാളിത്തം വഹിക്കുന്നത്. എനിക്ക് ഏഷ്യാനെറ്റിനോട് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എത്രയോ കോടാനുകോടി മനുഷ്യരുടെ മനസ്സിലേക്ക് കയറാൻ പറ്റുന്ന ഒരു മീഡിയം. അതിലെനിക്ക് ഏറെ സന്തോഷമുള്ളത്, ഇന്ന് ഈ പ്രഭാതത്തിൽ കാണുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും ഇന്ന് രാവിലെ തന്നെ അവർ ചിന്തിക്കും. ഇന്ന് പത്രങ്ങളിൽ കണ്ട വാർത്തകൾ കാണും. ഉടനടി ഇത് കഴിഞ്ഞാൽ എനിക്കറിയാം ആയിരക്കണക്കിന് കോളുകൾ വരും. അപ്പോൾ അതിൽ ഞാൻ ആലോചിക്കുന്നത്, എന്നെ ഒരു നിമിത്തമാക്കിയല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ ചോദിക്കും അച്ഛൻ എന്താ ഇങ്ങനെ എല്ലായിടത്തും നടക്കുന്നത്. ഞാനൊരു നിമിത്തം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് ആൾക്കാർ ചിന്തിക്കും മരണശേഷം കൊടുക്കാൻ പാടുണ്ടോ. ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ ഇത്രയും നാൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് ചിന്തിക്കുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുക. അപ്പോൾ അച്ഛൻ്റെ മതത്തിലെങ്ങനെ, ഹിന്ദു മതത്തിലേക്ക്, മുസ്ലിം മതത്തിലെങ്ങനെ. അപ്പോൾ ഈ സ്വാതിയുടെ കരൾ കൊടുത്തല്ലോ, അത് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും അംഗീകരിച്ചല്ലോ. എൻ്റെ വൃക്കദാനം കൊടുക്കുന്ന സമയത്ത് ആരും അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. കുറച്ച് ദിവസം എല്ലാവരും അംഗീകരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാമെന്ന് അംഗീകരിച്ച മനുഷ്യരെ മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാൻ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ഈ മതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. അപ്പം ഞാൻ ചോദിക്കും, ജീവിച്ചിരിക്കുമ്പോൾ മതം പറയുന്നുണ്ടോ കൊടുക്കാന്ന്? പറഞ്ഞല്ലോ, അതല്ലേ തെളിവ്. കറക്റ്റ് അല്ലേ? ഞാൻ ഒരു റീസൺ ഉള്ള കാര്യമില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തതിന് പേരിൽ വല്ല കുറ്റമുണ്ടോ? കുറ്റില്ല. പിന്നെ മരിച്ചു കഴിയുമ്പോൾ കൊടുക്കണില്ല എന്താ കുറ്റം? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ്, ആയുസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ വേറെ ഒന്നുമില്ല. അത് കൊടുക്കുന്നതിന് തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ആളല്ല. പക്ഷെ നമ്മുടെ നന്മ ആകാശത്തോളം എത്തണം, അതിന് മനുഷ്യൻ തയ്യാറാകണമെന്ന് ഞാൻ പറയാം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എത്തിയതും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. ഉദ്ഘാടനം തന്നെ വ്യത്യസ്തമായിരുന്നു. അതേക്കുറിച്ചൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളും. അത് എൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് തോന്നി, ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടത്തുമോ? എല്ലായിടത്തും അതെ, എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും പറയും ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പം അതുകൊണ്ട് നടത്തിയിട്ട് പറഞ്ഞാലോ ആ ചോദ്യമില്ല. അപ്പം അതുകൊണ്ടാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇനാഗ്രേഷൻ എൻ്റെ ഓപ്പറേഷനായിരുന്നു. അത് നിദാനം ചെയ്യുന്ന ദിവസം ആ ഓപ്പറേഷൻ കട്ടിംഗ് ആണ് ഇനാഗ്രേഷൻ. ജോർജ് പി അബ്രാഹം എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹമാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇനാഗ്രേറ്റ് ചെയ്തത്. അതെൻ്റെ ശരീരത്തിലാണെന്ന് മാത്രം. അപ്പം നമുക്ക് പിന്നെ പറയുമ്പോൾ ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ പറയുന്നതാണ്, ഞാനൊരു പുരോഹിതനാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പാരിഷിൽ പറയാറുണ്ട്, പൂത്തറയ്ക്കലാണ് എൻ്റെ പാരിഷ്. ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അച്ഛനത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇന്ന് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമായിട്ട് ഞാനിരിക്കുന്ന ഗ്രാമത്തെ ഈ മറ്റന്നാൾ പ്രഖ്യാപിക്കാൻ പോവാണ്. ലോകത്തിലെ ആ ഗ്രാമത്തിലെ നാനാജാതി മതസ്ഥരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ലോകത്തിലെ പ്രഥമ സമ്പൂർണ്ണ അവയവ ഗ്രാമം പൂത്തറയ്ക്കൽ. ബോർഡ് വയ്ക്കാൻ പോണി ഞങ്ങൾ. സ്വാഗതം ഏതിലേക്ക്? അവയവ. എല്ലാ ബോർഡുകളും എല്ലാ വീടുകളിലും ഇതിൻ്റെ അവയർനെസ് ഫ്ലക്സുകൾ വയ്ക്കാൻ പോകാൻ. അങ്ങനെ ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ, ഇത് വന്നാൽ എത്ര മതസൗഹാർദ്ദം ഉണ്ടാകും? ഒരു രമണൻ്റെ കിഡ്നി തോമസിൻ്റെ വയറ്റിലാണ്, ഒരു മേരിയുടെ കിഡ്നി സാഹിരയുടെ ശരീരത്തിലാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ശരിക്കും ഈ കേരളം എന്ന് പറയുന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ, വിശ്വസാഹോദര്യത്തിൻ്റെ, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായിട്ടിത് മാറും. അതിനെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ചെലവില്ലാത്ത പ്രോജക്റ്റാണ്. എമർജിങ്. ഇപ്പം എമർജിങ്ങിൻ്റെ കാലമായതുകൊണ്ട് ഇത് വലിയൊരു എമർജിങ് ആണ്. ഇത് വിശ്വസാഹോദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും എമർജിങ് ആണിത്. അവയവദാനത്തിൻ്റെ ഒരു എമർജിങ് വരികയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളിത് കേട്ടാൽ ഇന്ന് തൊട്ട് തന്നെ ഒരു 10 ദിവസത്തേക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള സബ്ജക്റ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നിങ്ങൾ പറഞ്ഞാൽ മതി, മൗത്ത് ടു മൗത്ത്. തീർച്ചയായും നമ്മുടെ ചാനലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വൃക്ക ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് അത് കൊച്ചോസപ്പെട്ടിന്റെ ഓപ്പറേഷൻ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഒരു ബാങ്കിങ് സിസ്റ്റം. അത് കൊച്ചോസപ്പെട്ടും വൃക്ക കൊടുത്തത് ജോയിക്കാണ്. ജോയിയുടെ ഭാര്യ ജോളിയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വേറൊരാൾക്ക് വൃക്ക കൊടുക്കണം.
ജോളി തയ്യാറായി, ജോലി കൊടുത്തത് അരുൺ രാജിനാണ്. അരുൺ രാജിൻ്റെ അമ്മയോട് പറഞ്ഞതൊന്നും ലീല